CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണം 297ആയി. കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയെങ്കിലും രാവിലെ കാലാവസ്ഥ തെളിഞ്ഞത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. ഇനിയും നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജില്ലയിലെ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. പുഴയോട് ചേർന്ന തിണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കേച്ചേരി മേഖലയിലുണ്ടായ വെള്ളക്കെട്ടിന് അല്പം ശമനം. പെരുമണ്ണ്, ചിറനല്ലൂർ, ചൂണ്ടൽ, കേച്ചേരി റോഡ് എന്നിവിടങ്ങളിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. വെള്ളിത്തിരുത്തിയിൽ വീടിനോട് ചേർന്ന കുന്ന് ഏതു നിമിഷവും വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ കണ്ണഞ്ചേരി വീട്ടിൽ മനോജ്. കഴിഞ്ഞ പ്രളയം മുതലാണ് വീടിന് മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായത്. പണയത്തിനെടുത്ത കാർ നിറവും നമ്പറും മാറ്റി തട്ടിപ്പ് നടത്തിയ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആനക്കര മാരിലവളപ്പിൽ സുഹൈലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. പേമാരിയിൽ നാടാകെ വെള്ളക്കെട്ടിൽ അമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. അരിമ്പൂർ പഞ്ചായത്തിലെ കോൾമേഖലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി ഉന്നയിച്ചിരുന്നു. കുന്നംകുളം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടം, ആർക്കും പരിക്കില്ല. വെള്ളമൊഴുകിപ്പോകാൻ തടസ്സമായിരുന്ന ചണ്ടിയും കുളവാഴകളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ മണിച്ചാൽ പരിസരത്ത് ഒഴുകിയെത്തിയ വെള്ളത്തിന് തടസ്സമായി നിന്നിരുന്ന ചണ്ടിയും കുളവാഴകളുമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. കുഴിങ്ങര വടക്കേക്കാട് റോഡിൽ മൂക്കഞ്ചേരി പാടത്തേക്ക് നിയന്ത്രണം വിട്ട കാർ തെന്നി വീണു. ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രികയ്ക്ക് പരിക്ക്. വേലൂർ RSRV ഹൈസ്കൂളിന് മുന്നിലാണ് അപകടമുണ്ടായത്. വടക്കേക്കാട് പഞ്ചായത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം പ്രസിഡന്റ് നബീൽ NMKയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ പാടത്തിനോട് ചേർന്നുള്ള 15ഓളം വീടുകളിൽ ഒഴിയാതെ വെള്ളക്കെട്ട് ഭീഷണി. 2018 വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്നു. കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ പോലീസ് സ്ഥാപിച്ച ദിശാസൂചക ബോർഡിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. കക്കാട് സ്വദേശി സ്രാമ്പിക്കൽ വീട്ടിൽ 32 വയസ്സുള്ള ബിജുരാജനാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ക്ഷീര വ്യവസായ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ CPM പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മരത്തങ്കോട് GHS സ്കൂളിൽ NSS യൂണിറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബെഡ്ഷീറ്റുകൾ നൽകി. ക്യാമ്പിലെ 24 കുടുംബങ്ങൾക്കാണ് കുട്ടികൾ ബെഡ്ഷീറ്റുകൾ നൽകിയത്. പുന്നിയൂർക്കുളം വടക്കേക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. പാടശേഖരങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കോൾപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന ഉപ്പുങ്ങൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രളയ ദുരിത പ്രദേശമായ അയ്നൂർ ആറാമ്പാട് മേഖലയിൽ CMP പ്രവർത്തകരായ ഫൈസൽ തറമേൽ, ജിൻഡോ ജോൺസൺ, ആഷിഖ് പടുങ്ങൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങൾക്കാവശ്യമായി വൈദ്യസഹായവും ധനസഹായവും നൽകണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ പ്രളയബാധിത മേഖലയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കുന്നംകുളം നഗരസഭയിൽ ആരംഭിച്ച അവശ്യവസ്തുക്കളുടെ കളക്ഷൻ സെന്റർ നിർത്തിവെച്ചു. ഇതുവരെ ശേഖരിച്ച അവശ്യവസ്തുക്കൾ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അധിപൻസ് കാണിപ്പയൂർ ക്ലബിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ബദനി സ്കൂളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു.
ക്ലബ് പ്രസിഡന്റ് സനീഷ്, സുജിത്ത്, മിഥുൻ, അതുൽ എന്നിവരും മറ്റ് ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് കൈമാറി. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങളായി. ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ ബലിയിടൽ ആരംഭിക്കും. മേലെ അക്കിക്കവ് ജംഗ്ഷനിലെ മരണക്കുഴിയിൽ അലർട്ട് ബോർഡ് സ്ഥാപിച്ച് SDPIയുടെ പ്രതിഷേധം. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും മഴയും കാരണം വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ജംഗ്ഷനിൽ ഉണ്ടാകുന്നത്. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ കർക്കിടകം 5-ാം തീയതി മുതൽ നടന്നുവന്നിരുന്ന 10 ദിവസത്തെ ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. ക്ഷേത്രമേൽശാന്തി ചന്ദ്രബോസിന്റെ ഭക്തി പ്രഭാഷണവുമുണ്ടായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.